ഗൈസ്, ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരുന്ന് ഫൈനലി ഞാനത് മേടിച്ചു. എന്താണെന്നല്ലേ, എനിക്ക് ഒട്ടും മടുക്കാത്തൊരു സാധനമാണ് ലിപ്സ്റ്റിക്ക്. അതും ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് എനിക്ക് ഒട്ടും മടുക്കത്തില്ല. ഞാൻ ലാസ്റ്റ് അവസാനം മേടിച്ചു ഗൈസ്. ഇതാണ് സംഭവം, മാർസിൻ്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്ക്. സംഭവം അടിപൊളി, നല്ല ബ്രൗൺ ഷെയ്ഡാണ് ഗൈസ്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് സംഭവം, നല്ലൊരു പ്രീമിയം ലുക്കാണ്. ഇതിന് വെറും 200 രൂപ. 200 രൂപയ്ക്ക് ഇതൊരു വേർത്ത് സാധനമാണ്. നിങ്ങൾ ബ്രൗൺ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഞാൻ കുച്ചിപ്പുടി ഷെയ്ഡ് മേടിക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ എനിക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ മേടിച്ചത് ബോളിവുഡ് സർപ്രൈസ് എന്ന് പറഞ്ഞത് ഷെയ്ഡ് നമ്പർ 9 ബോളിവുഡ് സർപ്രൈസ്. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഞാൻ എന്തായാലും ഒന്ന് ഇട്ട് നോക്കിയിട്ട് കാണിക്കാം. ഹലോ ഗൈസ്, ഞാൻ ആ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇട്ടെന്ന് അധികം തോന്നത്തില്ല. അടുത്ത് വന്നാലേ മനസ്സിലാവും ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ഷെയ്ഡ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊരു ബ്രൗൺ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആണ്. ഇതിൻ്റെ ഒപ്പം ഞാൻ മാസിൻ്റെ തന്നെ ഒരു ലിപ് ലൈനർ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലിപ് ലൈനർ അടിപൊളിയാണ്. ഇതും ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കൊക്കോ ബട്ടർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതും ഒരു കിട്ടിയിലാണ്. ഞാൻ ലിപ് ലൈനർ കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞത് ഡാസ്ലറിൻ്റെ 200 രൂപേൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡില്ലേ, അതിൻ്റെ സാധനം ചെറുത് മിനിയാണ്, 80 രൂപയുള്ളൂ. ഇതും കിടിലൻ സാധനമാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം എൻ്റെ ഫേവറേറ്റ് ഇതാണ് ഗൈസ്.